ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ പാർട്ട്, ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ 5ാം ക്ലാസ്, 6ാം ക്ലാസ് ഈ ക്ലാസ്സുകളിലെ ഒക്കെ ബേസിക് സയൻസ്, അതുപോലെ സോഷ്യൽ സയൻസ്, ഇതൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമ്മുടെ ക്ലാസ്സുകളിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുക. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം എടുത്തു പറയുക. നമ്മൾ ഇനി ഇടുന്ന വീഡിയോസിൽ ഓരോന്നിലും അവ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വെങ്കലയുഗ സംസ്കാരങ്ങളെക്കുറിച്ചാണ്. വെങ്കലയുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ വെങ്കലം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മനുഷ്യജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 3-4 പോയിന്റ് പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് കാണുന്നവർ ഒരു കാര്യം ചെയ്യുക, അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം, ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുക. ഈ മാറ്റങ്ങളുടെ, അതായത് വെങ്കലയുഗത്തിലെ ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണങ്ങളുടെ മാറ്റങ്ങളുടെ ഫലമായി കൂടുതൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അപ്പം നമ്മൾ വെങ്കലം, അതായത് നമ്മൾ പറഞ്ഞു ചെമ്പും ഈയവും കൊണ്ട് വെങ്കലം ഉപയോഗിച്ച് തുടങ്ങിയ ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൻ്റെ സംസ്കാരങ്ങൾ, വെങ്കലയുഗ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുത്തുന്നത് ഏത് എന്നൊക്കെ PSC ചോദിക്കാം. അപ്പോൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഇവ 4 എണ്ണമാണ് വെങ്കലയുഗ സംസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നത്. വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. വെങ്കലയുഗ സംസ്കാരങ്ങൾ നിലനിന്നിരുന്ന ചില സ്ഥലങ്ങളാണ് ഈ തന്നിരിക്കുന്നത് ഈ ഭൂപടത്തിൽ. അപ്പോൾ അതിൽ ഓരോ സ്ഥലങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ ഇതാണ് ചൈനീസ് സംസ്കാരം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ചൈനീസ് സംസ്കാരം നിലവിലുണ്ടായിരുന്നത്. ചൈനീസ് സംസ്കാരമാണിത്. ഇനി ചൈനീസ് സംസ്കാരത്തിനോട് ഒത്തു തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ചിത്രം കിടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് പറയാം, ഇവിടെയാണ് എന്തുണ്ടായിരുന്നത്? ഹാരപ്പൻ സംസ്കാരം നിലവിലുണ്ടായിരുന്നത്. ഹാരപ്പൻ സംസ്കാരം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ആ ഒരു ഭൂപട ചിത്രീകരണം കൂടി തന്നിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടൽ, അതുപോലെ ബംഗാൾ ഉൾക്കടൽ, കിഴക്ക് ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ, പിന്നീട് നമ്മുടെ സിന്ധു നദി, ഇതൊക്കെ ഈ ഒരു ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഈ ഭാഗത്ത് നിലനിന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംസ്കാരം ഈ ഭാഗത്തായിട്ടാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഇവിടെ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും എന്ന് പറയുന്നത്. കണ്ടോ, നദികൾക്കിടയിലുള്ള രാജ്യം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന ആ ഒരു സംസ്കാരത്തെ അറിയപ്പെടുന്നത്. ഇനി ഏറ്റവും അറ്റത്തായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്തിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന നൈൽ നദിയുടെ തീരത്തുണ്ടായ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. അപ്പോൾ ഈ ഒരു ഭൂപടം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി പോകാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലത്തൊരു നദിയുണ്ട്. അതാണ് ഹൊയാങ്ഹോ നദി, മഞ്ഞ നദി എന്നൊക്കെ അറിയപ്പെടുന്ന നദി. ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം നിലവിൽ വന്നത്. ഇനി നമുക്ക് അടുത്ത് താഴോട്ട് പോകാം.
പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ച് വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നദീതട സംസ്കാരങ്ങളും നദികളും ഏതൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ മെസപ്പൊട്ടേമിയൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ നദികളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യൂഫ്രട്ടീസും അതുപോലെ ടൈഗ്രീസുമാണ്. ഈജിപ്ഷ്യൻ ആണെങ്കിലോ നൈൽ നദിയുടെ തീരത്താണ്. നൈൽ നദിയുടെ തീരത്ത്. ഹാരപ്പയാണെങ്കിലോ സിന്ധു നദീ തീരത്താണ് ഹാരപ്പൻ സംസ്കാരം ഉടലെടുത്തത്. അതുപോലെ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് ഭാഗത്തായിട്ടാണ്? ഏത് നദിയുടെ തീരത്താണ്? ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഈ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്തുകൊണ്ട് നദീതടങ്ങളിൽ രൂപപ്പെട്ടു? അപ്പോൾ ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നദീതടങ്ങളിൽ? ഒന്നാമത്തേത്, നദീതടങ്ങളിൽ ഒരു സംസ്കാരം രൂപം കൊള്ളുന്നതിന് പ്രധാന കാരണത്തിൽ ഒന്നാമത് നമുക്ക് പറയാം ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അപ്പം നദീതീരങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ അറിയാം, നല്ല കറുത്ത ഫലഭൂയിഷ്ഠമായിട്ടുള്ള എക്കൽ മണ്ണാണ് അവിടെ ഉള്ളത്. ഇനി കൃഷിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ജലലഭ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അനുകൂലമായ കാലാവസ്ഥ, കൃഷി ചെയ്യാൻ അനുകൂലമായ കാലാവസ്ഥ, ഇതൊക്കെയാണ് ആ നദീതടങ്ങളിൽ സംസ്കാരങ്ങൾ ആരംഭിക്കുന്നതിന് കാരണമായത്. ഇനി നമ്മൾ ആദ്യത്തെ സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണ്. ആദ്യത്തെ സംസ്കാരമാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. മെസപ്പൊട്ടേമിയയുടെ സ്ഥാനം ഭൂപടം 1:1 നിരീക്ഷിച്ച് കണ്ടെത്തി കഴിഞ്ഞു നമ്മൾ. അപ്പോൾ ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്. മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിന് അർത്ഥം. നദികൾക്കിടയിലെ പ്രദേശം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. അപ്പം നിലവിൽ മെസപ്പൊട്ടേമിയ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഇറാഖിൻ്റെ ഭാഗമാണ് നിലവിൽ മെസപ്പൊട്ടേമിയ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൾഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടേമിയൻ സംസ്കാരം. അപ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉൾപ്പെടുന്നത് ഏതൊക്കെ സംസ്കാരങ്ങൾ കൂടിച്ചേർന്നിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, കാൾഡിയൻ സംസ്കാരം. ഇനി ഈ മെസപ്പൊട്ടേമിയക്കാരുടെ നഗര ജീവിതവും എഴുത്ത് വിദ്യയുമാണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. മെസപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനതയാണ് സുമേറിയക്കാരായിരുന്നു. അപ്പോൾ സുമേറിയക്കാരാണ് മെസപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനവിഭാഗം. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ, അതുപോലെ ഉറൂക്ക്, ലഗാഷ് മുതലായവ. അപ്പോൾ മെസപ്പൊട്ടേമിയക്കാരുടെ ഈ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനവിഭാഗം ചോദിച്ചാൽ അത് സുമേറിയക്കാരായിരുന്നു. അവർ മെസപ്പൊട്ടേമിയയിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ കെട്ടിപ്പടുത്തു. ആ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഉർ, ഉറൂക്ക്, ലഗാഷ് മുതലായവയായിരുന്നു. മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ക്യൂണിഫോം എന്ന പേരിലാണ്. ക്യൂണിഫോം എന്ന പേരിലാണ് മെസപ്പൊട്ടേമിയക്കാരുടെ ലിപി അറിയപ്പെട്ടിരുന്നത്. ഈ കാണുന്നതാണ് അവരുടെ എഴുത്ത് വിദ്യ എന്ന് പറയുന്നത്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. അപ്പോൾ വീണ്ടും നമ്മൾ സുമേറിയക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഈ മെസപ്പൊട്ടേമിയൻ ലിപിയായ ക്യൂണിഫോം വികസിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സുമേറിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. അതായത് ഒരു വെഡ്ജ് ഷേപ്പ്ഡ്, ആപ്പിൻ്റെ ഒരു കൂർത്ത ഷേപ്പ്ഡ് ആപ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു ലിപി, അതാണ് നമ്മുടെ ഈ മെസപ്പൊട്ടേമിയൻ ലിപി എന്ന് പറയുന്നത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. അപ്പം മെസപ്പൊട്ടേമിയക്കാർ എഴുതിയിരുന്നത് എന്താണ്? ഇതുപോലുള്ള കളിമൺ ഫലകങ്ങളൊക്കെ ചുട്ടെടുത്ത് അതിലാണ് എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം എന്തായിരുന്നു? കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകളാണ് അടുത്ത് പറയുന്നത്.
അതിൽ ഒന്നാമത്തേത് ശാസ്ത്രവും ഗണിതവുമാണ്. അപ്പോൾ മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ശാസ്ത്രവും ഗണിതവും. അതിലെന്തൊക്കെ കണ്ടുപിടിച്ചു? ചാന്ദ്ര പഞ്ചാംഗം കണ്ടുപിടിച്ചത് മെസപ്പൊട്ടേമിയക്കാരാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ആരാ? ഈ മെസപ്പൊട്ടേമിയക്കാർ. അതുപോലെ ഹരണവും ഗുണനവും കണ്ടെത്തിയതും മെസപ്പൊട്ടേമിയക്കാരാണ്. അപ്പോൾ ശാസ്ത്ര രംഗത്താണെങ്കിൽ ചാന്ദ്ര പഞ്ചാംഗം കണ്ടെത്തി, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി. ഇനി ഗണിത മേഖലയിൽ എന്ത് ചെയ്തു? ഹരണവും ഗുണനവും കണ്ടെത്തി. ആര്? മെസപ്പൊട്ടേമിയക്കാർ. ഇനി മെസപ്പൊട്ടേമിയക്കാരുടെ നിയമം, അത് മറ്റൊരു പ്രധാന സംഭാവനയാണ്. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പം മെസപ്പൊട്ടേമിയയിൽ ആദ്യമായിട്ട് നിയമങ്ങൾ ക്രോഡീകരിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സുമേറിയൻ ഭരണാധികാരിയായ ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. അപ്പോൾ ഈ ഡുങ്കിയുടെ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് ഹമ്മുറാബി എന്ത് ചെയ്തത്? ഒരു പുതിയ നിയമസംഹിത കൊണ്ടുവന്നത്. അതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഇനി എന്താണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് നോക്കാം. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്. BCE 1792 1750 ഇടയിലാണ് ആര് ജീവിച്ചിരുന്നത്? നമ്മുടെ ഹമ്മുറാബി ജീവിച്ചിരുന്നത്. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ് നമ്മുടെ ഹമ്മുറാബിയുടെ നിയമസംഹിത. 1792 1750 ഇടയിലാണ് ഈ ഒരു നിയമസംഹിത നിലവിലുണ്ടായിരുന്നത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി ഇതറിയപ്പെടുന്നു. അപ്പോൾ ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള നിയമസംഹിത ഏത് എന്ന് ചോദിച്ചാൽ ഏതെന്ന് നമുക്ക് പറയാം? എഴുതപ്പെട്ടിട്ടുള്ള നിയമസംഹിത ഏതാണ് ഏറ്റവും പഴക്കമേറിയത്? നമ്മുടെ ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ഇതറിയപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നത് ഏത് മേഖലയിലാണ്? കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ ഉൾപ്പെടുന്നതാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള ആ ഒരു നിയമസംഹിത. കൊണ്ടുവന്നത് ആരാ? ഹമ്മുറാബിയാണ്. അദ്ദേഹം ഏത് ഭരണാധികാരിയാ? ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് സിഗുറാത്തുകളെ കുറിച്ചാണ്. എന്താണ് സിഗുറാത്തുകൾ എന്ന് നോക്കാം. മെസപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം മെസപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സിഗുറാത്തുകൾ. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. അപ്പം മെസപ്പൊട്ടേമിയക്കാർ ആരാധനാലയങ്ങളൊക്കെ പണിതത് എവിടെയാണ്? നഗരങ്ങളിലായിരുന്നു. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. അപ്പോൾ ഇതാണ് സിഗുറാത്ത്. അപ്പോൾ ഇതൊക്കെ എന്ത്? ഇഷ്ടികകൾ നിർമ്മിച്ചിട്ട് ഉള്ളതാണ്. ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇന്നും എന്തുണ്ട്? ഈ ഒരു ഉർ നഗരത്തിലെ സിഗുറാത്ത് സംരക്ഷിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ പഠിക്കുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം നമ്മൾ കണ്ടെത്തിയായിരുന്നു. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം ഏതെന്ന് ചോദിച്ചാൽ അതേതായിരുന്നു? കെയ്റോ ആയിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരം നിലകൊണ്ടിരുന്ന നദിയാണ് നൈൽ നദി. അവിടുത്തെ പ്രധാന നഗരമാണ് കെയ്റോ. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറാവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്താ? ഫറാവോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് പിരമിഡുകൾ. അപ്പോൾ പിരമിഡുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം. അപ്പോൾ ഈജിപ്തിലെ ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം എന്താണ്? കൃഷിയായിരുന്നു. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്? ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്, അല്ലെങ്കിൽ സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഈജിപ്ഷ്യൻ സംസ്കാരമാണ്.
ഇനി അടുത്ത് പിരമിഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പിരമിഡുകൾ എന്ന് നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. അപ്പോൾ ഫറവോമാരുടെ ശവകുടീരങ്ങൾ അറിയപ്പെടുന്നതാണ് പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. അപ്പോൾ ഏറ്റവും പ്രശസ്തമായ പിരമിഡിന് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം ഗിസയിലെ മഹത്തായ പിരമിഡാണ്. ഇനി ഇതാ ഈ കാണുന്നതാണ് എന്ത് പിരമിഡ് എന്ന് പറയുന്നത്. ഇതാണ് പിരമിഡുകൾ. അടുത്ത് നമ്മൾ പറയുന്നത് മമ്മികളാണ്. മമ്മികളെക്കുറിച്ച് മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറവോ ആയിരുന്ന തൂത്തൻഖാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മമ്മി ആരുടേതാണ്? ഫറാവോ ആയിരുന്ന തൂത്തൻഖാമൻ്റെ മമ്മിയാണ് ഏറ്റവും പ്രശസ്തമായ മമ്മി എന്ന് പറയുന്നത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ പിരമിഡ് ഉണ്ടാക്കിയിട്ട് ആ പിരമിഡിനുള്ളിലാണ് ഇതേപോലെയാണ് മമ്മികൾ അടക്കം ചെയ്തിരുന്നത്. ഇനി എഴുത്ത് വിദ്യ. മെസപ്പൊട്ടോമിയയിലേതുപോലെ ഈജിപ്തിലും എഴുത്ത് വിദ്യ നിലനിന്നിരുന്നു. അപ്പോൾ ഈജിപ്ഷ്യൻ എഴുത്ത് വിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യ അറിയപ്പെട്ടിരുന്ന പേര് ഹൈറോഗ്ലിഫിക്സ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സിൻ്റെ പ്രത്യേകത ഇത് ചിഹ്നരൂപവും അതുപോലെ തന്നെ അക്ഷരരൂപവും കൂടിയാണ് ചേർന്നത് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഇവർ വായിച്ചിരുന്നത്. അപ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ടുള്ള ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അടുത്ത് ഈജിപ്തുകാരുടെ ശാസ്ത്ര നേട്ടങ്ങളാണ്. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. അപ്പോൾ ഈജിപ്തിലെ ഗണിതവും അതുപോലെ വൈദ്യശാസ്ത്രവും പുരോഗതി പ്രാപിച്ചു. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. അപ്പോൾ ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതീയ സമ്പ്രദായം കൊണ്ടുവന്നത് ആരാ? ജ്യാമിതി കൊണ്ടുവന്നത് ഈജിപ്തുകാരാണ്. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. അപ്പോൾ സങ്കലനം, വ്യവകലനം ഇതൊക്കെ ആര് കൊണ്ടുവന്നതാണ്? ഈജിപ്തുകാരുടെ സംഭാവനയാണ്. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈജിപ്തുകാരുടെ പഞ്ചാംഗം ചോദിച്ചാൽ അത് ഏതാണ്? സൗരപഞ്ചാംഗമാണ്. എത്ര ദിവസമുണ്ട്? 365 ദിവസം. ഓരോ മാസത്തിലും 12 മാസങ്ങളുള്ള 30 ദിവസമുള്ള 12 മാസങ്ങളുണ്ട്. അതിനോടൊപ്പം 5 ദിവസം കൂടി കൂട്ടിച്ചേർത്താണ് 365 ദിവസം ഉണ്ടായത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചാണ്. ചൈനീസ് സംസ്കാരത്തിൽ ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിൻ്റെ അടിത്തറയും എന്തായിരുന്നു? കൃഷിയായിരുന്നു. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. അപ്പോൾ ചൈനക്കാരെന്താണ്? നെയ്ത്തുണ്ട്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണമൊക്കെ ഇവരുടെ കുത്തകയായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ പ്രത്യേകത മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ഇനി ഈ ചൈനക്കാരുടെ എഴുത്ത് സമ്പ്രദായം ഇതാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ചൈനീസ് ലിപി എന്ന് പറയുന്നത്. ഇതാണ് ചൈനീസ് ലിപി. അപ്പം നോക്കാം. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ പുരാതന കാലം മുതലേ ഇവിടെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ അക്ഷരങ്ങൾക്ക് പകരം എന്താണ്? ചിത്രലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. അപ്പോൾ കാലക്രമേണ എന്ത് ചെയ്തു? ഈ ചിത്രങ്ങൾക്ക് പകരം എന്തുപയോഗിക്കാൻ തുടങ്ങി? ചിഹ്നങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചെങ്കിലും ഇപ്പോഴും അതിന് മാറ്റം വരുത്തി അവിടെ ഏത് ലിപി തന്നെയാണ്? ചൈനീസ് ലിപി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ചൈന എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് രീതിയുടെ പ്രത്യേകതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ സംസ്കാരങ്ങളും അവയുടെ ലിപി, അവരുടെ പ്രത്യേകതകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മെസപ്പൊട്ടോമിയയിൽ നിലനിന്നിരുന്ന ലിപി ഏതാണ്? ക്യൂണിഫോം ലിപിയാണ്. ക്യൂണിഫോം ലിപിയാണ്. ഇനി അതിൻ്റെ പ്രത്യേകത ആപ്പിൻ്റെ ആകൃതിയിലുള്ള ലിപിയാണ്. ആപ്പിൻ്റെ ആകൃതിയിലാണ് ഈ ക്യൂണിഫോം ലിപി
പറയുന്നത്. അതുപോലെ അടുത്ത് ഈറത്തണ്ട് കൊണ്ടൊക്കെയാണ് ഈ ലിപി എഴുതിയിരുന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ്, കളിമൺ ഫലകങ്ങളിലാണ് ഈ ഒരു ലിപി എഴുതിയിരുന്നത്. ഇനി ഈജിപ്തിൽ ഉള്ള ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. വിശുദ്ധ ലിപി എന്നറിയപ്പെടുന്നു. അതുപോലെ വലതു നിന്ന് ഇടത്തോട്ടാണ് ഇവർ വായിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അടുത്ത് പറയുന്നത് ചൈനയിൽ നിലനിന്നിരുന്ന ലിപിയാണ് ചൈനീസ് ലിപിയാണ്. ചൈനീസ് ലിപിയുടെ പ്രത്യേകത ഇന്നും എന്ത് ചെയ്യുന്നു, തുടർന്ന് വരുന്ന പല മാറ്റങ്ങളൊക്കെ വരുത്തി ഇന്നും ഈ ലിപി ഉപയോഗിച്ച് വരുന്നുണ്ട്. ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഒക്കെ ചേർന്നുള്ള ലിപിയാണ് ചൈനീസ് ലിപി എന്നും പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ്. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ പലതിലും പല വർഷങ്ങൾ തന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കുക. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് അനുസരിച്ച് ഇവർ പറയുന്നത് BCE 2600 മുതൽ BCE 1900 വരെയാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലഘട്ടം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ അറിയപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സംസ്കാരം ഉടലെടുത്തത് എവിടെയാണ്, ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദിയുടെ തീരത്തായതിനാലാണ് ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് അറിയപ്പെടുന്നത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരം വളർന്നു വന്നത് കേന്ദ്രീകരിച്ചാണ്, നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരമാണ്. ഇനി ഇത് ഹാരപ്പൻ സംസ്കാരത്തിലെ കണ്ടെത്തിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇനി അതിനു മുമ്പ് ഇവിടെ ഒരു കോളത്തിൽ സർ ജോൺ മാർഷലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ ASI എന്ന് പറയുന്നത്. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്നു സർ ജോൺ മാർഷൽ. അപ്പോൾ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേയുടെ ഡയറക്ടർ ജനറലായിരുന്ന കാലഘട്ടം ചോദിച്ചാൽ നമുക്ക് പറയാം 1902 മുതൽ 1928 വരെ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അപ്പോൾ ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്രങ്ങളാണ്, കണ്ടെത്തലുകളാണ്, ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ എന്ത് ചെയ്തത്, കണ്ടെത്തിയത്. ഭൂപടം 1-2 നിരീക്ഷിച്ച് ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്? ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന സ്ഥലങ്ങൾ, നഗരങ്ങളാണ് ഹാരപ്പ, മോഹൻജൊദാരോ, കാലിബംഗൻ, ലോഥൽ, പിന്നെ ഏതാണ്, ഇവയൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നഗരാസൂത്രണത്തെക്കുറിച്ചാണ് പറയുന്നത്. ടൗൺ പ്ലാനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് അഴുക്കുചാൽ സമ്പ്രദായം, അതുപോലെ നഗരാസൂത്രണം. ഇതൊക്കെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. പിന്നെ നമ്മൾ പറയുന്നു, വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ആ ഒരു തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് മോഹൻജൊദാരോയിലെ വലിയ കുളത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് എന്താണെന്ന് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജൊദാരോ. അപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് ഏത്? മോഹൻജൊദാരോ എന്ന് പറയുന്നത്. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. അപ്പോൾ മോഹൻജൊദാരോയിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ വലിയ കുളമാണ് ഈ നഗരത്തിലെ പ്രധാന സവിശേഷത.
ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്കൊഴുക്കാനുമുള്ള സംവിധാനവും ഇവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഗ്രേറ്റ് ബാത്തിൻ്റെ പ്രത്യേകത. ഈ കാണുന്നതാണ് വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ. മോഹൻജദാരോയിലാണ് ഈ വലിയ കുളം ഉണ്ടായിരുന്നത്. ഇനി ഒരു ധാന്യപ്പുര ഉണ്ടായിരുന്നു, ഗ്രാനറി. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ധാന്യപ്പുര. അപ്പോൾ ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പ് ഏതെന്ന് ചോദിച്ചാൽ അതാണ് ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഈ ഒരു ധാന്യപ്പുര അവർ ഉപയോഗിച്ചിരുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് കരകൗശല വിദ്യയെക്കുറിച്ചാണ്. ഹാരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്തൊക്കെ നിർമ്മിച്ചിരുന്നു? കളിപ്പാട്ടം നിർമ്മിച്ചിരുന്നു, ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു, ഇനി മുദ്രകൾ ഉണ്ടാക്കിയിരുന്നു, അതുപോലെ മൺപാത്ര നിർമ്മാണം, നർത്തകിയുടെ വെങ്കല പ്രതിമ. ഇതൊക്കെ ആരുടെ നിർമ്മിതികളാണ്? ഹാരപ്പൻ ജനതയുടെ നിർമ്മിതികളാണ്. അപ്പോൾ കളിപ്പാട്ടങ്ങൾ, മുദ്രകൾ, ആഭരണങ്ങൾ, മൺപാത്രങ്ങൾ, നർത്തകിയുടെ വെങ്കല പ്രതിമ, ഇതൊക്കെയാണ് ഹാരപ്പൻ ജനതയുടെ പ്രധാന നിർമ്മിതികൾ എന്ന് പറയുന്നത്. ഈ ചിത്രങ്ങളിൽ നിന്ന് ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? അത് കണ്ടെത്തി ഇത് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യ? അതിൽ നമുക്ക് പറയാം, മുദ്രകൾ നിർമ്മിച്ചിരുന്നു, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു, നർത്തകിയുടെ വെങ്കല പ്രതിമ നിർമ്മിച്ചിരുന്നു, മൺപാത്ര നിർമ്മാണം ഉണ്ടായിരുന്നു, പിന്നെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആഭരണങ്ങളും മറ്റുമൊക്കെ ഇവർ നിർമ്മിച്ചിരുന്നു. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആഭരണങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. അതിൽ തന്നെ സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകൾ, കൈവളകൾ, കർണാഭരണങ്ങൾ ഒക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ മുദ്രകൾ എങ്ങനെയാണ്? കളിമണ്ണ് കൊണ്ടുള്ളതുണ്ട്, ശിലകൾ കൊണ്ടുള്ളതുമൊക്കെ ആയിട്ടുള്ള മുദ്രകളാണ് ഇവർ നിർമ്മിച്ചിരുന്നത്. ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നുണ്ട്. ഇനി ഇവർക്കും ഒരു എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു. എന്താണ്? ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് രീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്ത് വിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ എഴുത്ത് വിദ്യയാണ് ഈ തന്നിരിക്കുന്നത്. അവർ കൂടുതലും മുദ്രകളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എഴുത്ത് വിദ്യ എന്ന് പറയുന്നുണ്ട്. ഇനി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച എങ്ങനെയാണ് തകർന്നതെന്ന് നോക്കാം. ഏകദേശം BCE 1900 ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അവയിൽ ചിലത് നമ്മൾ പറയുന്നു. എന്താണ് തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ? ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇനി ഭൂമിയുടെ അമിതമായ ഉപയോഗം. ഇവർ കൃഷിയാണല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ ഭൂമി അമിതമായിട്ട് എന്ത് ചെയ്തു? ഉപയോഗിച്ചു. അതും എന്തിന് കാരണമായി? ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. നിരന്തരമായിട്ടുണ്ടായ പ്രളയം, അപ്പോൾ അത് തകർച്ചയ്ക്ക് കാരണമായി. അതുപോലെ വനനശീകരണം, ഇതൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ഉള്ള കാരണം. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരന്മാർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗ കാലത്തെ മനുഷ്യരെ കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗ കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ ആ കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു.
പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയായേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്കൊരു ഭാവിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഭൂതകാലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇത് തുടർ പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വിവിധ ശിലായുഗ ഘട്ടങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ ചിത്രം ആൽബം തയ്യാറാക്കാൻ, അത് കുട്ടികളങ്ങ് ചെയ്തോളും, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആൽബമാണത്. വെങ്കലയുഗ സംസ്കാരങ്ങളും മനുഷ്യ പുരോഗതിയും എന്ന വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ അവതരണം തയ്യാറാക്കുക. അതിന് കുറച്ച് സൂചകങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. ഇത് 4 വെങ്കലയുഗ സംസ്കാരം. അപ്പോൾ ഇവയൊക്കെ കുറിച്ച് എന്ത് ചെയ്യുക? ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെങ്കലയുഗ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കളിമൺ ഫലകം നിർമ്മിച്ച് നിങ്ങൾക്കറിയാവുന്ന ലിപി എഴുതി ഉണക്കി സാമൂഹ്യ ശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. നദീതടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടിക തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. അപ്പോൾ ഇനി ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഈ ക്ലാസ്സുകളുടെ ഒക്കെ നോട്ടുകൾ ഉൾപ്പെടുന്ന, അതായത് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഈ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്